ദില്ലി തൂത്തുവാരി അരവിന്ദ് കെജ്രിവാൾ 70-അംഗ നിയമസഭയിൽ 67 സീറ്റും ആം ആദ്മി പാർട്ടിക്ക്. കിരൺ ബേദിയെ മുന്നിൽ നിർത്തി നരേന്ദ്രമോദി നയിച്ച ബിജെപിക്ക് 3 സീറ്റ് മാത്രം. കോൺഗ്രസിന് 1 സീറ്റ് പോലും ലഭിച്ചില്ല. ബിജെപിയുടെയും കോൺഗ്രസിന്റെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായിരുന്ന കിരൺ ബേദിയും അജയ് മാക്കനും പരാജയപ്പെട്ടു. ആഞ്ഞുവീശിയ ആം ആദ്മി കാറ്റിൽ ബിജെപി കടപുഴകി വീണു. 70-അംഗ ദില്ലി നിയമസഭയിൽ വിശ്വാസ് നഗർ, മുസ്തഫാബാദ്, രോഹിണി മണ്ഡലങ്ങളൊഴികെ 67 സീറ്റും ആം ആദ്മി നേടി. 2013-ൽ 31 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബിജെപി വെറും 3 മണ്ഡലങ്ങളിൽ ഒതുങ്ങി. കോൺഗ്രസ് ഒറ്റ സീറ്റ് പോലുമില്ലാതെ നാമാവശേഷമായി. കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അജയ് മാക്കൻ നേടിയത് വെറും 16,000 വോട്ട്. ദില്ലിയിൽ മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ 63% ലഭിച്ചത് ആം ആദ്മി പാർട്ടിക്ക്. ബിജെപിക്ക് 26%, കോൺഗ്രസിന് 7.6% വോട്ടും ലഭിച്ചു. സാമുദായിക ജാതി വർഗ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ വോട്ടും നേടാൻ ആം ആദ്മിക്ക് കഴിഞ്ഞു. മുസ്ലിം ന്യൂനപക്ഷ സ്വാധീന മേഖലകളായ 12 നിയമസഭാ മണ്ഡലങ്ങളിലും ആം ആദ്മിയാണ് വിജയം നേടിയത്. കൃഷ്ണനഗർ, ജനക്പുരി എന്നീ ബിജെപിയുടെയും RSSന്റെയും കോട്ടകളും ആം ആദ്മി തരംഗത്തിൽ തകർന്നു. 1 വർഷം മുമ്പ് ബിജെപി സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ ഹർഷവർദ്ധൻ 45,000 വോട്ടിന് വിജയിച്ച കൃഷ്ണനഗറിലാണ് 2000-ലേറെ വോട്ടിന് കിരൺ ബേദി പരാജയപ്പെട്ടത്. കൂറുമാറ്റക്കാരെ 3ഉം 4ഉം സ്ഥാനത്തേക്ക് ജനം തള്ളിയിട്ടു. കഴിഞ്ഞ തവണ ലക്ഷ്മി നഗറിൽ നിന്നും ആം ആദ്മി ടിക്കറ്റിൽ വിജയിച്ച് ഇത്തവണ കൂറുമാറി ബിജെപി ടിക്കറ്റിൽ മത്സരിച്ച വിനോദ് കുമാർ ബിന്നി, മുൻ കോൺഗ്രസ് കേന്ദ്രമന്ത്രി കൃഷ്ണ തീർത്ഥ തുടങ്ങിയവർ 3ആം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദില്ലിയിലെ 60 നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായി മേൽക്കൈ നേടിയ ബിജെപിയാണ് 8 മാസത്തിനു ശേഷം മൂക്കുകുത്തി വീണിരിക്കുന്നത്. മുൻപ് വ്യക്തമായ ഭൂരിപക്ഷമില്ലാതെ സർക്കാർ രൂപീകരിച്ച കേജ്രിവാൾ ഇത്തവണ എത്തുന്നത് ഉറച്ച ഭൂരിപക്ഷത്തോടെ. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി സർക്കാർ ഫെബ്രുവരി 14-ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാംലീല മൈതാനിയിലായിരിക്കും സത്യപ്രതിജ്ഞ. ഇവിടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താൻ കേന്ദ്ര സർക്കാരിന്റെയും ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷന്റെയും അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടി. അതേസമയം വൈകിട്ട് കെജ്രിവാൾ ദില്ലി ലഫ്റ്റനന്റ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. സർക്കാർ രൂപീകരിക്കാൻ കെജ്രിവാൾ ഗവർണറോട് അവകാശവാദം ഉന്നയിച്ചു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്ര വലിയ വിജയം നേടിയതിന്റെ വിസ്മയത്തിലാണ് ആം ആദ്മി പാർട്ടി. രൂപീകരിച്ച് 2.5 വർഷത്തിനുള്ളിൽ ഇത്ര വലിയ പിന്തുണയോടെ ഒരു രാഷ്ട്രീയ കക്ഷി അധികാരത്തിലെത്തുന്നത് അപൂർവമാണ്. കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറഞ്ഞും വിവിധ വിഷയങ്ങളിൽ ജനാഭിലാഷം തേടിയും നടത്തിയ പ്രവർത്തനങ്ങളും അഴിമതിരഹിതവും സുതാര്യവുമായ ഭരണ വാഗ്ദാനവുമാണ് ആം ആദ്മി പാർട്ടിയുടെ വിജയത്തിന് കാരണമായത്. കക്ഷി രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ശീലങ്ങൾക്കും ശൈലികൾക്കും അതുണ്ടാക്കുന്ന ജഡത്വത്തിനുമെതിരെയുള്ള കുതറിമാറലായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തന ശൈലി. നേതാക്കളെയല്ല, ആം ആദ്മിയെ, സാധാരണക്കാരനെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഈ പാർട്ടിയുടെ വിജയം ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഗുണകരമായ മാറ്റങ്ങൾക്ക് കാരണമായേക്കും. പ്രവർത്തനത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ജനാഭിലാഷം കണക്കിലെടുത്തു എന്നതായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ പ്രത്യേകത. സാധാരണക്കാരൻ്റെ ജീവൽ പ്രശ്നങ്ങളായ വെള്ളവും വെളിച്ചവും പാർപ്പിടവും അടക്കമുള്ള കാര്യങ്ങളിൽ തങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ആദ്യമേ തന്നെ അവർ വ്യക്തമാക്കി. സംഭാവന വാങ്ങുന്നത് തീർത്തും സുതാര്യമാക്കി. കഴിഞ്ഞ തവണ രാജിവെച്ചതിന് ആവർത്തിച്ചു മാപ്പിരുന്നു. പിന്തുണ പ്രഖ്യാപിച്ച ദില്ലി ഇമാമിൻ്റെ പിന്തുണ നിഷേധിച്ച് ജാതി മതശക്തികളെ തിരഞ്ഞെടുപ്പിൽ നിന്ന് അകറ്റി നിർത്തുമെന്ന നയം വ്യക്തമാക്കി. അഴിമതിരഹിതവും സുതാര്യവുമായ ഭരണം വാഗ്ദാനം ചെയ്തു. കേജ്രിവാൾ ജനങ്ങൾക്ക് നൽകിയതിലേറെ ജനങ്ങളിപ്പോൾ തിരിച്ചു നൽകിയിരിക്കുന്നു. RSSന്റെയും BJPയുടെയും ശക്തി കേന്ദ്രങ്ങളിൽ പോലും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയിച്ചു, അതും മികച്ച ഭൂരിപക്ഷത്തോടെ. പോലീസിന് മേൽ അധികാരമില്ലാത്ത, പൂർണ്ണ സംസ്ഥാന പദവി പോലും ഇല്ലാത്ത ദില്ലിയിലാണ് ഭരണം ലഭിച്ചിരിക്കുന്നതെങ്കിലും അഴിമതിരഹിതവും സുതാര്യവുമായ ഒരു ഭരണം അവർക്ക് നടത്താനായാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാവും. രാജിവെച്ച് കൃത്യം 1 വർഷത്തിന് ശേഷം അതേ ദിവസം കെജ്രിവാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക ഏറെ അഭിമാനത്തോടെയായിരിക്കും എന്നുറപ്പ്. സുഭാഷ്, ദില്ലി. വിജയത്തിൽ അഹങ്കരിക്കുന്നില്ലെന്ന് കെജ്രിവാൾ ജനങ്ങളുമായി ചേർന്ന് ഭരിക്കും, കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണെന്നും കെജ്രിവാൾ പറഞ്ഞു. तो यही सबक जनता हम लोगों को 5 साल के बाद सिखाएगी. हम लोगों को बिल्कुल अहंकार नहीं करना है. हाथ जोड़ के सब लोगों की सेवा करनी है, दिल्ली के लोगों की सेवा करनी है. मैं अकेला कुछ नहीं कर सकता, मैं बहुत छोटा आदमी हूँ, लेकिन मुझे जनता पे यकीन है कि दिल्ली की 2 करोड़ जनता के साथ मिलके हम दिल्ली को ऐसा शहर बना सकते हैं जिसके ऊपर गरीब और अमीर दोनों गर्व करेंगे. ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ വളർച്ച വിസ്മയകരമായിരുന്നു. പൊതുപ്രവർത്തന രംഗത്ത് വളരെ മുൻപേ തന്നെ സജീവമായിരുന്നുവെങ്കിലും 2011-ൽ അണ്ണാ ഹസാരെ നയിച്ച അഴിമതി വിരുദ്ധ സമരത്തിലൂടെയായിരുന്നു കെജ്രിവാൾ രാജ്യത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നത്.
1968 ഹരിയാനയിലെ ഹിസാറിലുള്ള ഒരു മാർവാടി കുടുംബത്തിലായിരുന്നു അരവിന്ദ് കുമാർ കെജ്രിവാളിന്റെ ജനനം. ഗോരഖ്പൂർ IITയിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷം ടാറ്റ സ്റ്റീലിൽ ഉദ്യോഗസ്ഥനായി. പിന്നീട് സിവിൽ സർവീസ് മോഹം ഉദിച്ചപ്പോൾ ജോലി രാജിവെച്ച് ടാറ്റ സ്റ്റീലിന്റെ പടിയിറങ്ങി. 2006 ഇൻകം ടാക്സ് ജോയിന്റ് കമ്മീഷണർ സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് അധികാരത്തിന്റെ ഇടനാഴികളിലെ അഴിമതികൾക്കെതിരായ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. മാധ്യമപ്രവർത്തകൻ കൂടിയായ മനീഷ് സിസോദിയയുമായി ചേർന്ന് പരിവർത്തൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിക്കൊണ്ടായിരുന്നു കെജ്രിവാൾ തന്റെ പൊതുപ്രവർത്തനത്തിന്റെ പാത തുറന്നിരുന്നത്. എങ്കിലും അരവിന്ദ് കെജ്രിവാൾ എന്ന പേര് ശരാശരി ഇന്ത്യക്കാരന്റെ മനസ്സിന് പരിചിതമാകുന്നത് 2011 ലോക്പാൽ ബിൽ വിഷയത്തിൽ അണ്ണാ ഹസാരെ ഉയർത്തിയ സമരക്കൊടുങ്കാറ്റിലായിരുന്നു. ഹസാരയുടെ വലങ്കയായി പ്രവർത്തിച്ച കെജ്രിവാൾ പിന്നീട് ഹസാരയുമായി പിരിഞ്ഞ് 2012 സ്വന്തം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി, ആം ആദ്മി പാർട്ടി. തുടക്കത്തിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെയും കാണുന്ന ഒരു നിസ്സാരതയുടെ കണ്ണിലൂടെയായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ ആം ആദ്മി പാർട്ടിയെയും കണ്ടത്. എന്നാൽ 2013 ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15 വർഷം നീണ്ട കോൺഗ്രസ് ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി ചെങ്കോട്ടയിൽ വിജയക്കൊടി പാറിച്ചപ്പോൾ അത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വിസ്മയകരമായ മുഹൂർത്തങ്ങളിലൊന്നായി മാറി. കോൺഗ്രസ് പിന്തുണയോടെ അധികാരത്തിലെത്തിയ കെജ്രിവാൾ വെള്ളക്കരവും വൈദ്യുതിനിരക്കും കുറയ്ക്കുന്ന അടക്കമുള്ള ജനപ്രിയ നടപടികളുമായി മുന്നോട്ട് പോയി. ഭരണത്തോടൊപ്പം സമരവും എന്ന മൗലികമായ ജനാധിപത്യ പ്രക്രിയ പ്രാവർത്തികവുമാക്കി. എന്നാൽ ജൻലോക്പാൽ ബിൽ പാസ്സാക്കുന്നതിൻ്റെ പേരിൽ 49 ദിവസത്തെ ഭരണത്തിന് ശേഷം അധികാരം വിട്ടൊഴിഞ്ഞുകൊണ്ട് ശരിയെന്നോ തെറ്റെന്നോ വ്യാഖ്യാനിക്കാനാകാത്ത തീരുമാനമെടുത്തു. രാഷ്ട്രപതി ഭരണത്തിന് കീഴിൽ നിന്ന് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പോർമുഖം ദില്ലി തുറന്നപ്പോൾ തൻ്റെ വീഴ്ചകൾ ജനങ്ങളോട് തുറന്നു പറഞ്ഞ് കുറ്റസമ്മതം നടത്താനും കെജ്രിവാൾ തയ്യാറായി. ഇപ്പോൾ ഒരിക്കൽ കൂടി ദില്ലിയുടെ രാജസിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ഭരണചക്രം തിരിക്കാനൊരുങ്ങുമ്പോൾ ജീവിതാനുഭവങ്ങളും രാഷ്ട്രീയ ജീവിതവും നൽകിയ പാഠങ്ങളിൽ സ്വയം തിരുത്തപ്പെട്ട ഒരു കെജ്രിവാളിനെയാണ് രാജ്യം കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കെജ്രിവാളിനെ ഫോണിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു. എല്ലാവിധത്തിലുള്ള കേന്ദ്ര പിന്തുണ നൽകുന്നതായും മോദി കെജ്രിവാളിനെ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി തരംഗത്തിലേറി ദില്ലിയിലെ 70 നിയമസഭാ മണ്ഡലങ്ങളിൽ 60ലും വൻ ലീഡ് നേടിയ BJPക്ക് നെറുംതലക്കേറ്റ പ്രഹരമായി ദില്ലി ഫലം. അന്നത്തെ നേട്ടത്തിന് കാരണക്കാരനായ നരേന്ദ്രമോദി തന്നെ ഇന്നത്തെ പരാജയത്തിൻ്റെയും ആണിക്കല്ലായി. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ നരേന്ദ്രമോദി BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. തൊട്ടതെല്ലാം പിഴച്ചുകൊണ്ടായിരുന്നു BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. വേറെ ആരും വേണ്ട, മോദി തന്നെ മതി മുന്നിൽ നിൽക്കാനെന്ന് ആദ്യ തീരുമാനം. പരാജയം ഭയന്നപ്പോൾ സംസ്ഥാന നേതാക്കൾക്കെല്ലാം മുകളിൽ കിരൺ ബേദിയെ കൊണ്ടുവന്ന് പ്രതീക്ഷിച്ചു. അധികാരപ്രഭയിൽ മയങ്ങി മറ്റു പാർട്ടികളിൽ നിന്നെല്ലാം ചാടി വന്ന അരഡസൻ പേർക്കെങ്കിലും സ്വന്തം നേതാക്കളെ ഒഴിവാക്കി സ്ഥാനാർത്ഥിത്വം നൽകി. അരവിന്ദ് കെജ്രിവാളിനെ വ്യക്തിപരമായി ആക്ഷേപിച്ചു. ഇതെല്ലാം BJPയുടെ തിരിച്ചടിക്ക് കാരണമായി. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചതാവട്ടെ നരേന്ദ്രമോദിയും അമിത്ഷായും മാത്രം. ഇവരുടെ ഏകാധിപത്യപരമായ നിലപാടുകൾ BJP നേതാക്കൾക്കിടയിൽ വലിയ അമർഷമുണ്ടാക്കി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മോഹികളും MLA സ്ഥാനാർത്ഥി മോഹികളുമായ വലിയൊരു നിര തീർത്തും നിരാശരായതോടെ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ഊർജം നഷ്ടപ്പെട്ടു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ കിരൺ ബേദിയുടെ അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റം കൂടിയായപ്പോൾ വലിയ നേതാക്കന്മാരുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. ദില്ലിയിൽ ഭരണവിരുദ്ധ വികാരവും BJPയുടെ തിരിച്ചടിക്ക് കാരണമായി. വലിയ സ്വപ്നങ്ങൾ നൽകിക്കൊണ്ടുവന്ന നരേന്ദ്രമോദി ഭരിക്കുന്നത് വൻകിടക്കാർക്ക് വേണ്ടി മാത്രമാണെന്ന തോന്നൽ പരക്കെ ഉണ്ടായി. പെട്രോൾ ഡീസൽ വില കുറയ്ക്കാത്ത നടപടി വലിയ പ്രതിഷേധത്തിന് കാരണമായി. 8 മാസം ഗവർണറിലൂടെ ഭരിച്ചിട്ടും നാട്ടുകാർക്ക് ഗുണമുള്ള ഒന്നും ചെയ്തു കൊടുത്തില്ല. ബെഡായി കെട്ട് മടുത്ത ദില്ലിക്കാർ മുഖമടച്ച് നൽകിയ അടിയായി തെരഞ്ഞെടുപ്പ് ഫലം മാറിയത് ഇതുകൊണ്ടൊക്കെയാണ്. ആർ സുഭാഷ്, ദില്ലി. ഒരു സീറ്റ് പോലും കിട്ടാതെ ദില്ലിയിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞു. കനത്ത പരാജയം ഏറ്റുവാങ്ങിയ അജയ് മാക്കൻ AICC ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. തോൽവിയുടെ പശ്ചാത്തലത്തിൽ പ്രിയങ്ക നേതൃത്വം ഏറ്റെടുക്കണമെന്ന് AICC ആസ്ഥാനത്ത് പ്രവർത്തകർ മുറവിളി കൂട്ടി. 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം നിന്ന ദില്ലിയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ കോൺഗ്രസിനെ പൂർണ്ണമായും കൈയൊഴിഞ്ഞതാണ് ഇപ്പോഴത്തെ പരാജയത്തിന് കാരണം. ഷീലാ ദീക്ഷിതിനെ തള്ളി ഹൈക്കമാൻഡിൽ നിന്നും ദില്ലിയുടെ പ്രചാരണ ചുമതല ഏറ്റെടുത്ത അജയ് മാക്കൻ മത്സരിച്ച സദർ ബസാറിൽ പോലും വിജയിക്കാനായില്ല. കഴിഞ്ഞ വർഷം 8000 വോട്ടിന് കോൺഗ്രസിനെ വിജയിപ്പിച്ച ബെല്ലിമാറൻ മണ്ഡലത്തിൽ ഇത്തവണയും പാർട്ടിക്ക് പൂർണ്ണ പ്രതീക്ഷയായിരുന്നു. പ്രബലരായ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗം പക്ഷേ ഇത്തവണ ആം ആദ്മിക്ക് അവസരം നൽകി. സീലാപൂർ, മുസ്തഫാബാദ് തുടങ്ങിയ സിറ്റിംഗ് മണ്ഡലങ്ങളിലും പരാജയപ്പെട്ടെങ്കിലും കോൺഗ്രസിനെ ഞെട്ടിച്ചത് ഈസ്റ്റ് ദില്ലിയിലെ പഞ്ചാബി മേൽക്കയുള്ള ഗാന്ധിനഗർ മണ്ഡലത്തിലെ പരാജയമാണ്. കോൺഗ്രസ് അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൗലി കഴിഞ്ഞ 4 തവണയും വിജയിച്ച മണ്ഡലം ഇത്തവണ ആം ആദ്മി നേടി. ഇവിടുത്തെ പരാജയത്തിനു പിന്നിൽ കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കാണെന്നതിന് സംശയമില്ല. അജയ് മാക്കൻ, PC ചാക്കോ ഗ്രൂപ്പ് ദില്ലി പ്രചാരണം ഏറ്റെടുത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അധ്യക്ഷനായ സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ നിന്നും പിന്മാറിയിരുന്നു. ആ പ്രതിഷേധം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചപ്പോൾ കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് സീറ്റ് കൂടി നഷ്ടമായി. മലയാളികൾക്ക് മേൽക്കൈയുള്ള മണ്ഡലത്തിൽ വോട്ടുറപ്പിക്കാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി
ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തുടങ്ങിയവരെ കോൺഗ്രസ് എത്തിച്ചിരുന്നു. പക്ഷേ ആ മണ്ഡലങ്ങളിലെല്ലാം സമ്പൂർണ്ണ പരാജയമല്ലാതെ മറ്റൊന്നും കോൺഗ്രസിന് ലഭിച്ചില്ല. പരാജയമേറ്റെടുത്ത ജനറൽ സെക്രട്ടറി അജയ് മാക്കൻ രാജിവെച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ കണ്ടുവരുന്ന സ്ഥിരം കലാപ്രകടനങ്ങളും AICC ആസ്ഥാനത്ത് മുമ്പിൽ അരങ്ങേറി. കോൺഗ്രസ് നേതൃസ്ഥാനം പ്രിയങ്ക ഗാന്ധി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് ഒരു സംഘം പ്രവർത്തകർ ഇത്തവണയും AICCക്ക് മുമ്പിലെത്തി. 1.5 പതിറ്റാണ്ട് ദില്ലി ഭരിച്ച പാർട്ടി ഇനി 5 വർഷം ദില്ലി നിയമസഭയുടെ അധികാര തലങ്ങളിൽ നിന്ന് പോലും പുറത്ത്. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന കിരൺ ബേദി കൃഷ്ണനഗർ മണ്ഡലത്തിൽ തോറ്റു. 2000-ഓളം വോട്ടുകൾക്കാണ് കിരൺ ബേദി തോറ്റത്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന അജയ് മാക്കനും സാദർ ബസാർ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു. രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ മകൾ ശർമിഷ്ഠ മുഖർജി ഗ്രേറ്റർ കൈലാഷ് മണ്ഡലത്തിൽ തോൽവി ഏറ്റുവാങ്ങി. ആം ആദ്മി പാർട്ടിയിൽ നിന്ന് കൂറുമാറി BJPയിലെത്തിയ വിനോദ് കുമാർ ബിന്നിയും തോറ്റു. കോൺഗ്രസിൽ നിന്ന് കൂറുമാറി BJPയിലെത്തിയ മുൻ കേന്ദ്രമന്ത്രി കൃഷ്ണ തിരാത്ത് പട്ടേൽ നഗറിൽ പരാജയപ്പെട്ടു. ന്യൂദില്ലി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാൾ BJPയുടെ നുപുർ ശർമ്മയാണ് തോൽപ്പിച്ചത്. ദില്ലി തെരഞ്ഞെടുപ്പ് BJPക്കും ആം ആദ്മിക്കും അഭിമാന പോരാട്ടമായിരുന്നു. 70 സീറ്റിൽ 67 സീറ്റും നേടിയതോടെ ഒരു യുദ്ധം ജയിച്ച സന്തോഷത്തിലാണ് ആം ആദ്മി പ്രവർത്തകർ. അതേസമയം സുനാമി വിഴുങ്ങിയ കടൽത്തിര പോലെയായിരുന്നു BJPയുടെയും കോൺഗ്രസിന്റെയും ദില്ലി ആസ്ഥാനങ്ങൾ. തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടി ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച വാഗ്ദാനങ്ങളെല്ലാം പാലിക്കപ്പെടും എന്നൊരു വിശ്വാസത്തിൽ തന്നെയാണ് 50%-ലധികം വോട്ടുകൾ നൽകി ആം ആദ്മി പാർട്ടിക്ക് ഒരു വൻ വിജയം ദില്ലി ജനത സമ്മാനിച്ചത്. 49 ദിവസത്തെ ഭരണകാലത്ത് നടപ്പിലാക്കിയ നല്ല കാര്യങ്ങളും ജനങ്ങൾ വിശ്വാസത്തിലെടുത്തു എന്നത് തന്നെയാണ് ഈ വലിയ വിജയം ആം ആദ്മിക്ക് സമ്മാനിച്ചത്. കേന്ദ്രത്തിൽ കോൺഗ്രസ് നടത്തിയ അഴിമതിക്കെതിരെ BJP തുറന്നുവിട്ട ഭൂതമായിരുന്നു കെജ്രിവാളെന്നും അതിപ്പോൾ BJPക്ക് തന്നെ തിരിച്ചടിയായെന്നുമാണ് ആം ആദ്മിക്കാർ പറയുന്നത്. BJP പോലും ഒരിക്കലും വിചാരിച്ചു കാണത്തില്ല സ്വന്തം കുപ്പിയിൽ നിന്ന് തുറന്നുവിട്ട ഭൂതം അവർക്ക് തന്നെ തിരിച്ചടിയാവുമെന്ന്. ഇത് ദില്ലി ജനതയുടെ വിജയമാണ്. ഈ വിജയത്തിൽ അഹങ്കരിക്കരുതെന്നും ദില്ലിയിലെ VIP സംസ്കാരം തന്നെ ഇല്ലാതാക്കുമെന്നും ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. सब लोगों की सेवा करनी है, दिल्ली के लोगों की सेवा करनी है. मैं अकेला कुछ नहीं कर सकता, मैं बहुत छोटा आदमी हूँ, लेकिन मुझे जनता पे यकीन है कि दिल्ली की 2 करोड़ जनता के साथ मिलके हम दिल्ली को ऐसा शहर बना सकते हैं जिसके ऊपर गरीब और अमीर दोनों गर्व करेंगे. സുനാമിയിൽ ഒലിച്ചുപോയ മറീന ബീച്ച് പോലെയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ദില്ലിയിലെ BJP ആസ്ഥാനവും കോൺഗ്രസ് ആസ്ഥാനവും. കുറച്ച് മാധ്യമപ്രവർത്തകർ മാത്രമാണ് രണ്ടിടങ്ങളിലും ഉണ്ടായിരുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പ് പരാജയത്തിലെയും പോലെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി കോൺഗ്രസ് ആസ്ഥാനത്തിന് മുമ്പിലെത്തി. ആം ആദ്മിയുടെ വിജയം ആഘോഷിക്കാൻ രാവിലെ തന്നെ പ്രവർത്തകരെല്ലാം പട്ടേൽ നഗറിലെ ആസ്ഥാനത്തിന് മുമ്പിലുണ്ടായിരുന്നു. പാർട്ടിയുടെ ലീഡ് നില കൂടിക്കൂടി വന്നപ്പോൾ പ്രവർത്തകരെല്ലാം തന്നെ അത്യാവേശത്തിലായി. ഒടുവിൽ കോൺഗ്രസിനും BJPക്കും മേലെ അടിസ്ഥാന വർഗം നേടിയ വിജയത്തിന്റെ സന്തോഷമായിരുന്നു എല്ലാവരുടെയും മുഖത്ത്. ആം ആദ്മി പ്രവർത്തകരുടെ ഈ ആവേശം കാണുമ്പോൾ ഇനിയൊന്നും പറയാനില്ല. എല്ലാം ഇവർ പറയുമ്പോൾ തന്നെ ഇനി 5 സാൽ കെജ്രിവാൾ. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ ഗോപി കടവല്ലൂരിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം വിജേഷ് നടുവിൽ. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിന്റെ പുതിയ ചാനലായ കൈരളി അറേബ്യയുടെ ഉദ്ഘാടന പരിപാടികൾക്കായുള്ള ഒരുക്കങ്ങൾ അബുദാബിയിൽ പുരോഗമിക്കുന്നു. മലയാള ചലച്ചിത്ര രംഗത്തെ ഒട്ടുമിക്ക താരങ്ങളും പങ്കെടുക്കുന്ന മെഗാ ഇവന്റും രാഷ്ട്രീയ സാമൂഹ്യ വ്യവസായ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന സെമിനാറുമാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. കൈരളി TVയുടെ വിജയകരമായ ഒട്ടേറെ പജൻട്രികൾക്കും ഇവന്റുകൾക്കും സാക്ഷ്യം വഹിച്ച അബുദാബി മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിനായി ഒരുങ്ങുകയാണ്. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിന്റെ പുതിയ ചാനലായ കൈരളി അറേബ്യയുടെ ഉദ്ഘാടന കർമ്മം നടക്കുന്നത് അബുദാബിയിലെ ആംഡ് ഫോഴ്സ് ഓഫീസേഴ്സ് ക്ലബ്ബിലാണ്. UAE തന്നെ ഏറ്റവും പ്രൗഢമായ വേദികളിൽ ഒന്നാണ് ഇത്. കൈരളി അറേബ്യയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച സെമിനാർ നടക്കും. CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ, കേരള ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല, വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ സെമിനാറിൽ സംസാരിക്കും. ഗൾഫ് മേഖലയിലെ വ്യവസായ പ്രമുഖരും കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച വീക്ഷണങ്ങൾ അവതരിപ്പിക്കും. സെമിനാറിന് ശേഷം വിപുലമായ താരസന്ധിയാണ് ഒരുക്കുന്നത്. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ മലയാള ചലച്ചിത്ര രംഗത്തെ ഒട്ടുമിക്ക താരങ്ങളും അരങ്ങിലെത്തും. ഹാസ്യവിരുന്നും നൃത്ത സംഗീത പരിപാടികളുമൊക്കെയായുള്ള മെഗാ ഇവന്റാണ് മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് അബുദാബിയിൽ അണിയിച്ചൊരുക്കുന്നത്. അബുദാബിയിൽ നിന്ന് T ജമാലുദ്ദീൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യാപാര മാമാങ്കമായ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ 8ാം സീസണിന്റെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ടൂറിസം മന്ത്രി AP അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ K മുരളീധരൻ MLA, മേയർ K ചന്ദ്രിക തുടങ്ങിയവർ സംബന്ധിച്ചു. 56 ദിവസങ്ങൾ നീണ്ടുനിന്ന വ്യാപാരോത്സവത്തിൽ 2200 കോടി രൂപയുടെ വ്യാപാരം നടന്നതായി സംഘാടകർ വ്യക്തമാക്കി.
ബെസ്റ്റ് ബിസിനസ്മാൻ അവാർഡ് ഭീമ ജുവലേഴ്സ് MD P. ഗോവിന്ദന് മുഖ്യമന്ത്രി സമ്മാനിച്ചു.